എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇതുപോലൊരു ഷാർട്ട് പിക്ചർ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? അതറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലേസി മോർണിംഗ് സ്റ്റോറി കാണുക. സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്. രാവിലെ 10:45 എഴുന്നേറ്റ് നോക്കിയപ്പോൾ ക്ലോക്കിൽ സമയം 10:45. പിന്നെ ഞാൻ ആലോചിച്ചു, 10:45 എഴുന്നേറ്റാൽ ക്ലോക്കിൽ 10:45 എന്നല്ലാതെ 12 മണിന്ന് കാണിക്കില്ലല്ലോ. ഉടൻ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റില്ല. വീണ്ടും മടി പിടിച്ചു കിടന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാമെന്ന് തോന്നി. പതുക്കെ എഴുന്നേറ്റ് ഞാൻ നടന്നു. അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അവിടെ കാപ്പി കഴിഞ്ഞു. 10 മണിക്ക് എഴുന്നേറ്റ് വരുന്നവർക്ക് ഇവിടെ കാപ്പിയില്ലാന്ന് അമ്മ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും മുകളിൽ കയറിപ്പോയി. എന്നാൽ ആ നേരം കൊണ്ട് ഗപ്പിക്ക് തീറ്റ കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ടെറസിലുള്ള ഗപ്പി ഫാമിലേക്ക് നടന്നു. ഗപ്പി ടാങ്കിലെത്തിയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ദേണ്ടട കിടക്കണു 2 അല്ലിപ്പൂ. മഴ പെയ്ത കാരണം അല്ലിയാമ്പലിന്റെ മുകളിൽ വെള്ളത്തുള്ളികൾ കിടക്കുന്നത് ഞാൻ കണ്ടു. വളരെയധികം ഭംഗിയുണ്ട് അത് കാണാൻ. അതിന്റെ ഒരു ഫോട്ടോ എടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചു. കൂടെ എനിക്കൊരു പാട്ട് പാടണമെന്ന് തോന്നി. അല്ലിയാമ്പൽ കടവിലെന്നരക്കുവെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുതുമ്പിൻ വെള്ളം. ഈ പാട്ട് ഇവിടെ നിർത്തുന്നതായിരിക്കും നല്ലത്. അതിന് 3 കാരണങ്ങളാണുള്ളത്. ആദ്യത്തെ കാരണം ഇത് അല്ലിയാമ്പൽ കടവല്ല, ടാങ്കാണ്. രണ്ടാമത്തെ കാരണം ആ തോണി മുങ്ങിപ്പോയിട്ട് കുറെ കാലമായി. മൂന്നാമത്തെ കാരണം ഇനിയും പാടിയാൽ നിങ്ങൾ എന്നെ തല്ലുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ പാട്ട് നിർത്താം. എന്നിട്ട് കാര്യത്തിലേക്ക് വരാം. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ DSLR ക്യാമറ എടുത്തു. 2-3 പിക്ചേഴ്സ് ടാങ്കിന്റെ പുറത്തുനിന്നും ഞാൻ എടുത്തു. അതിൽ ഒരു പുതുമയില്ലാത്തതുപോലെ എനിക്ക് തോന്നി. കാരണം കോമ്പോസിഷൻ ശരിയായിരുന്നില്ല. കറക്റ്റായിട്ടുള്ള കോമ്പോസിഷൻ കിട്ടാനായി വേറൊരു ആംഗിൾ ഷൂട്ട് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ടാങ്കിലേക്ക് ചാടിയിറങ്ങി. രാവിലെ തന്നെ ചാടിയിറങ്ങുമ്പോൾ വെള്ളത്തിലുള്ള തണുപ്പ് എനിക്ക് വളരെയധികം വെറുപ്പ് സൃഷ്ടിച്ചു. എങ്കിലും ആ പൂവിന്റെ ഭംഗി ഒപ്പിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ആ അരയ്ക്കൊപ്പം വെള്ളത്തിൽ കിടന്നു. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ഞാൻ ആ ഫോട്ടോ എടുത്തു. അടിപൊളിയായിട്ടുണ്ട്. ഇനി എൻ്റെ കമ്പ്യൂട്ടറിലിട്ട് ഞാൻ നോക്കാം ഈ ക്യാമറയുടെ സെറ്റിംഗ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ. വളരെ സിമ്പിളാണ്. ഷട്ടർ സ്പീഡും ISOവും അപ്പേച്ചർ വാല്യൂം ഈ ഫോട്ടോന്റെ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോ ലൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഞാൻ യൂസ് ചെയ്ത എൻ്റെ ക്യാമറ ഗിയർ Nikon D5600ന്റെ ക്രോപ്പ് സെൻസേർഡ് DSLR ക്യാമറയാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്തത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലെൻസായ 50mm പ്രൈം ലെൻസ് ആണ്. ഈ ലെൻസ് ഉപയോഗിച്ച് നമുക്ക് വളരെയധികം നല്ല ഷാർപ്പ് പിക്ചേഴ്സ് എടുക്കാൻ കഴിയും. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും ആപ്റ്റായ ലെൻസാണ് 50mm. അതായത് ഒരു മനുഷ്യന്റെ കണ്ണിലൂടെ നമ്മൾ കാണുന്നത് 50mm വ്യൂ ആണ്. അതായത് ഒരു മനുഷ്യൻ കാണുന്ന അതേ ആംഗിളിലാണ് 50mm ലെൻസിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. മാത്രമല്ല ഇതിനും വില കൂടിയ ലെൻസ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് 1.8G എന്ന മോഡലാണ്. ഇതിനും നല്ല മോഡൽ 1.4 ഉണ്ട്. പക്ഷേ അതിനൊരുപാട് പൈസയാവും. അതുമല്ലെങ്കിൽ മാക്രോ ലെൻസ് യൂസ് ചെയ്യാം. ഓരോ ലെൻസിനും അതിൻ്റെതായ ഭംഗി ഫോട്ടോസിൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ അതിന് മാത്രമുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് അത് മേടിച്ചിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഫോട്ടോഗ്രാഫി ഈസ് ആൻ ആർട്ട് ഓഫ് ലൈറ്റ്. നിങ്ങൾ എത്രമാത്രം ക്ലിക്ക് ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾ അതിൽ പെർഫെക്റ്റ് ആകും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ. ഒരു കാര്യം പറയാൻ മറന്നു, അത് പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. പ്ലീസ് സബ്സ്ക്രൈബ്.